ഹായ്. നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ത്യയുടെ ടാക്സ് സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സിലേക്ക് ഡയറക്റ്റ് കടന്നു. ഇൻഡയറക്റ്റ് ടാക്സിനകത്ത് നമ്മൾ GST പറ്റി പറഞ്ഞു. GSTയുടെ തന്നെ സെക്ഷൻ 1 തൊട്ട് 2, 1 and 2, അതായത് ചാപ്റ്റർ 1ലുള്ള സെക്ഷൻ 1ഉം 2ഉം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ചാപ്റ്റർ 3യെ പറ്റിയാണ്. ചാപ്റ്റർ 3 എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്കൊന്നും അങ്ങനെ അത്യാവശ്യം വരുന്ന ഒരു ചാപ്റ്ററൊന്നും അല്ല. അതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടിരിക്കുന്നു അത്ര തന്നെ. അല്ലാതെ അത് വലിയ കാര്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇല്ലയെന്നൊന്നുമല്ല. ഓരോ സെക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ചാപ്റ്റർ 3 എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷനാണ്. അഡ്മിനിസ്ട്രേഷനകത്ത് ഏതൊക്കെയാണ് ഓഫീസർമാർ വരുന്നത്, ഏതൊക്കെയാണ് ഇപ്പോൾ സെക്ഷൻ 3ക്കകത്ത് വരുന്നത് ഓഫീസേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്, ഏതൊക്കെയാണ് ഓഫീസേഴ്സ് അങ്ങനെയൊക്കെ വരുന്നത് എന്നുള്ളതാണ്. സെക്ഷൻ 4നകത്ത് വരുന്നത് അതിൻ്റെ പവേഴ്സാണ്. ഏതൊക്കെയാണ് പവേഴ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, നോക്കട്ടെ. അതായത് അതന്നെ സെക്ഷൻ 3ക്കകത്ത് വരുന്നത് എപ്പോഴും ഓഫീസർമാർ, ഈ ആക്ടിനകത്ത് വരുന്ന ഓഫീസർമാർ ഏതൊക്കെയാണ് എന്നുള്ളതാണ് സെക്ഷൻ 3ക്കകത്ത് വരുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 4നകത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അപ്പോയിൻമെൻറ്റ്, അതായത് ഈ ഓരോ ഓഫീസർമാരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ സബ് ഓഫീസർമാർ ആരൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 4നകത്ത് വരുന്നത്. ഇനി സെക്ഷൻ 5നകത്ത് വരുന്നത് എങ്ങനെയാണ്, ഈ അപ്പോയിൻറ്റ് ചെയ്ത ഓഫീസർമാർക്കുള്ള പവേഴ്സ് എന്തൊക്കെയാണ്, അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വരുന്നത്. പിന്നെ സെക്ഷൻ 6നകത്ത് വരുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്പെഷ്യലായിട്ട് ഓഫീസർമാരെ ആരെയൊക്കെ എങ്ങനെയൊക്കെ നിയമിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 3യെ പറ്റി വളരെ ഒരു ചെറുതായിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇതാണ് ചാപ്റ്റർ 3 വരുന്നത്. നമുക്കിനി ചാപ്റ്റർ 4 തൊട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യം വരുന്ന പലതും വരുന്നുണ്ട്. അപ്പം നമുക്ക് കോറായിട്ട് സബ്ജക്റ്റിലേക്ക് ഇനി കയറാൻ പോവുകയാണ്. അപ്പം വളരെ ശ്രദ്ധാപൂർവം നമ്മളുമായിട്ട് യോജിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള വിശ്വാസത്തോടെ ഹരികുമാർ. Thank you.